ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വീടുകളിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റ് സ്റ്റാൻഡ്സിൻ്റെ ഐഡിയാസുകളാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സിമെൻറ്റ് കൊണ്ടുള്ള ഒരു പ്ലാന്റ് സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്കതിന് വൈറ്റ് സിമെൻറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളവും ആവശ്യമുണ്ട്. ഒരു പാത്രത്തിലോട്ട് കുറച്ച് വൈറ്റ് സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊരു ലൂസ് പരുവാകാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം പെട്ടെന്ന് നല്ല ഇതിൽ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കും തോറും നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് വൈറ്റ് സിമെൻറ്റ് കാരണം. എന്നിട്ടത് നല്ലൊരു ലൂസ് പരുവത്തിൽ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതുപോലെയുള്ളൊരു പാത്രമാണ് വേണ്ടത്. ഇനി അതിലോട്ട് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് സ്റ്റാൻഡ് ഏതൊരു സൈസിലാണോ വേണ്ടത് ആ സൈസിനനുസരിച്ചുള്ള പാത്രം എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വൈറ്റ് സിമെൻറ്റിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലെന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു PVC പൈപ്പാണ്. ഇതൊരു സ്റ്റാൻഡ് രൂപത്തിലാക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു PVC പൈപ്പാണ്. എന്നിട്ട് ഈ PVC പൈപ്പ് ഇതിൻ്റെ സെൻറ്ററിലാക്കി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് PVC പൈപ്പ് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ വിട്ടുപോയി, നമ്മൾ ഫുള്ളായിട്ട് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. പൈപ്പ് വെച്ചതിന് ശേഷവും ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരും. ഇനിയിപ്പോൾ ഈ PVC പൈപ്പൊക്കെ വെച്ചതിന് ശേഷം ഒരു ദിവസം നമ്മളിത് ഫുള്ളായിട്ട് അനക്കാതെ വെക്കണം, എന്നാലേ ഈ വൈറ്റ് സിമെൻറ്റൊക്കെ ഉറച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനൊരു ദിവസത്തിന് ശേഷമാണ് ഈ കാണുന്നത്. വൈറ്റ് സിമെൻറ്റൊക്കെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. PVC പൈപ്പും അതിൽ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാത്രം ഇതിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടണം. പെട്ടെന്ന് തന്നെ പോരും, എന്നാലും സ്പീഡിൽ എടുക്കാൻ പാടില്ല. പതുക്കെ അതിങ്ങനെ ചെറുതായിട്ട് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഉണ്ടാക്കിയ സ്റ്റാൻഡ് ഈ ഒരു രൂപത്തിൽ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇനി വേണ്ടത് ഇതുപോലെയുള്ളൊരു പോട്ടാണ്. അതിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ പ്ലാന്റ് സ്റ്റാൻഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി വേണ്ടത് കുറച്ച് കയറാണ്. അത് PVC പൈപ്പ് കാണാതിരിക്കാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ആ കയറ് ഈ PVC പൈപ്പിൽ ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ആ PVC പൈപ്പും ആ കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് മണി പ്ലാന്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ മണി പ്ലാന്റ് ആകുമ്പോൾ ആ കയറുമ്പോൾ നന്നായിട്ട് പടർന്ന് കയറിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മണി പ്ലാന്റ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ആ വൈറ്റ് സിമെൻറ്റ് ആക്കി വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് വേറൊരു പോട്ടും
വെച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളി ഒരു പ്ലാന്റ് സ്റ്റാൻഡ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അടുത്തതായി ഉണ്ടാക്കിയത് പലക കൊണ്ടുള്ള പ്ലാന്റ് സ്റ്റാൻഡുകളാണ്. അപ്പം ഇത് വീട്ടിൽ ആവശ്യമില്ലാതെ കിടന്നിരുന്ന പലകയാണ്. മരത്തിൻ്റെ പലക ഒട്ടുമിക്ക വീടുകളിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് എന്തായാലും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് കൊടുക്കണം. അപ്പോൾ പെയിൻ്റ് അടിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റാൻഡ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ സ്റ്റാൻഡ് രൂപത്തിലാവുമ്പോൾ അടിയിൽ എന്തെങ്കിലും നമ്മൾ ഒരു പില്ലർ പോലെ വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനും ഞാനിവിടെ എടുക്കുന്നത് PVC പൈപ്പ് തന്നെയാണ്. പിന്നെ ഇതിനെടുക്കുന്ന സാധനങ്ങളൊന്നും പുതിയതായിട്ട് മേടിച്ചതല്ല കേട്ടോ. ഒക്കെ വീട്ടിലുണ്ടായിരുന്ന പഴയ സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇനി ആ PVC പൈപ്പിനും ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഇനി ആ പൈപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് പലകകളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു അടിപൊളി പ്ലാന്റ് സ്റ്റാൻഡ് ആയി കിട്ടും. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ചെറിയൊരു ഐഡിയാസ് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളൂ. ഇപ്പം പലകകളൊക്കെ വെച്ച് അതൊരു നല്ലൊരു സ്റ്റാൻഡ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സൊക്കെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയ ആദ്യമേ കണ്ടത് കൊണ്ട് ആ സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് പോട്ടിലൊക്കെ ഓൾറെഡി പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തരികിട ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഇതാണ് കേട്ടോ. ഇത് വീട്ടിൽ ആവശ്യമില്ലാതെയും അതുപോലെ കേടുവന്നതുമായ ഒരു അലമാരാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളിലും ഉണ്ടാകും ഇതുപോലത്തെ പല ഷേപ്പുകളിലുള്ള അലമാരകളും സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഇതിന് ഓൾറെഡി മേലെ ചില്ലൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു, അതൊക്കെ പൊട്ടിപ്പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതും ഒരു പ്ലാന്റ് സ്റ്റാൻഡാക്കി മാറ്റി. അതിനും വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ ഇതുപോലെയുള്ള കബോർഡിൻ്റെ പീസുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒരു സ്റ്റാൻഡ് പോലെ അതിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ചെയ്തു വന്നപ്പോൾ എന്തായാലും സംഭവം ഉഷാറായിട്ടാണ്. മറ്റേ പലക കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിതും സെറ്റ് ചെയ്തത്. എന്നിട്ട് അതിലും കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള പ്ലാന്റ് സ്റ്റാൻഡുകൾ. പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നല്ല റേറ്റൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കമൻസുകളൊക്കെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.